നമസ്കാരം. കേരള ബഡ്ജറ്റ് 2025-26 സാമ്പത്തിക വർഷത്തിലേക്കുള്ള കേരള ബഡ്ജറ്റ് ഇന്ന് ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. 3 തരത്തിലുള്ള ആംനസ്റ്റി സ്കീമുകളാണ് ആദ്യത്തെ ഒരു അട്രാക്ഷൻ. ഇതിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നിലവിലെ ആംനസ്റ്റി സ്കീം 2024 പ്രകാരം പ്രീ GST പീരീഡിലെ വാറ്റ് തുടങ്ങിയ കുടിശ്ശികകൾക്ക് 4 സ്ലാബുകളായിട്ടായിരുന്നു ആംനസ്റ്റി പ്രഖ്യാപിച്ചിരുന്നത്. ചില ചെറിയ മാറ്റങ്ങളോടുകൂടി 3 മാസത്തേക്കും കൂടി ഇപ്പോൾ കാലാവധി കൊടുത്തിരിക്കുകയാണ്. ജനറൽ ആംനസ്റ്റി സ്കീം പ്രകാരം 50,000 രൂപ വരെ നികുതിയുള്ള കുടിശ്ശികകൾക്ക് പൂർണ്ണമായും നികുതി ഒഴിവാക്കി കൊടുക്കുകയാണ്. 50,000 മുതൽ 10 ലക്ഷം വരെ നികുതി കുടിശ്ശിക ഉള്ളവർക്ക് നികുതിയുടെ 30% മാത്രം അടച്ചാൽ മതി. ഇൻട്രസ്റ്റും പെനാൽറ്റിയും പൂർണ്ണമായും ഒഴിവാക്കുന്നു. 10 ലക്ഷം മുതൽ 1 കോടി വരെയുള്ള സ്ലാബുകൾക്ക് അപ്പീലുകൾ എവിടെയെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ 40%, അല്ലാത്ത പക്ഷം നികുതിയുടെ 50% വേണം അടയ്ക്കുവാൻ. 4ാമത്തെ സ്ലാബിൽ പറയുന്നത് 1 കോടിയിലധികം കുടിശ്ശിക ഉള്ളവർ. ഈ കൂട്ടർക്ക് പഴയ ആംനസ്റ്റി സ്കീമിൽ നിന്നും വ്യത്യസ്തമായി 20% കൂടുതൽ ആനുകൂല്യം കൊടുക്കുകയാണ്. ഇത് പ്രകാരം അപ്പീലുകൾ പെൻഡിങ് ആയിട്ടുള്ള ടാക്സ് പേയേഴ്സിന് ടാക്സിൻ്റെ 70% എന്നുള്ളത് 50% അടച്ചാൽ മതിയാവും. മറ്റുള്ള കാറ്റഗറി, അതായത് അപ്പീൽസ് ഒന്നും പെൻഡിങ് ഇല്ലാത്തവർക്ക് നിലവിലുള്ള 80% എന്നുള്ളത് 60% ആയിട്ട് കുറച്ചിരിക്കുകയാണ്. ബാർ ഹോട്ടലുകാർക്കും ഒരു ആംനസ്റ്റി സ്കീം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവരുടെ കുടിശ്ശിക നികുതിയുടെ 100%, പലിശയുടെ 50% അടച്ചാൽ മതിയാകും. ബാലൻസ് ഉള്ള പലിശയും പെനാൽറ്റിയും വെയ്വർ കിട്ടുമെന്ന് ചുരുക്കം. 3 മാസം കൂടി ഈ തീർപ്പാക്കൽ പദ്ധതിക്കും കാലാവധി കൊടുത്തിട്ടുണ്ട്. കേരള ഫ്ലഡ് സെസ് ആംനസ്റ്റി സ്കീം, ഇവർക്കും ഒരു ആംനസ്റ്റി സ്കീം കൊടുത്തിരിക്കുകയാണ്. ഫ്ലഡ് സെസ്സുമായിട്ട് ബന്ധപ്പെട്ട് ജൂലൈ മാസം 2021 വരെ ഫ്ലഡ് സെസ്സിന്റെ രൂപത്തിൽ 1% സെസ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരുന്നു. ഇത് പൂർണ്ണമായിട്ടും അടച്ചാൽ ഇൻട്രസ്റ്റും പെനാൽറ്റിയും ഈ കൂട്ടർക്കും ഒഴിവാക്കി കൊടുക്കുകയാണ്. മറ്റൊരു പ്രധാന മാറ്റം ഡിസ്റ്റിലറി അരിയേഴ്സ് സെറ്റിൽമെന്റ് സ്കീമാണ്. ഡിസ്റ്റിലറികൾക്ക് ജൂൺ 2022 തുടങ്ങി ഡിസംബർ 2022 വരെയുള്ള പീരീഡിൽ ടേൺ ഓവർ ടാക്സുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ ടേൺ ഓവർ ടാക്സ് മുഴുവനായിട്ട് അടച്ചാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻട്രസ്റ്റും പെനാൽറ്റിയും പൂർണ്ണമായിട്ട് ഒഴിവാക്കി കൊടുക്കുന്നതാണ്. എല്ലാ സ്ലാബിലും ലാൻഡ് ടാക്സ് നിലവിലുള്ള നിരക്കിൻ്റെ 50% കണ്ട് ഇപ്പോൾ ബഡ്ജറ്റിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് മാറ്റം വന്നിരിക്കുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസിനാണ്. ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് അഥവാ EV വെഹിക്കിൾസിന് നികുതി നിലവിൽ ലൈഫ് ടൈം റോഡ് ടാക്സ് ആയിട്ട് ഇലക്ട്രിക് വെഹിക്കിളിന് 15 ലക്ഷത്തിലധികം വരുന്നവയ്ക്ക് 5% നിലവിലുള്ളത്. അത് 8% ആയിട്ട് ഇപ്പോൾ റോഡ് ടാക്സ് കൂട്ടിയിരിക്കുകയാണ്. അത് വെഹിക്കിളിൻ്റെ കോസ്റ്റിൻ്റെ പുറത്താണ് ഇത് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ 20 ലക്ഷത്തിലധികം വിലയുള്ള ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ കോസ്റ്റിൻ്റെ 10% നികുതിയാണ് ഇവിടെയും ചുമത്തുന്നത്. ഇതോടൊപ്പം തന്നെ ഇലക്ട്രിക് കാറുകൾ വിത്ത് ബാറ്ററി റെന്റിങ് ഫെസിലിറ്റി, അതായത് ബാറ്ററി റെന്റിന് കൊടുക്കുകയും അല്ലെങ്കിൽ എടുക്കാനും റീപ്ലേസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉള്ളവർക്ക്, അങ്ങനെയുള്ള ഇലക്ട്രിക് വെഹിക്കിൾസിന് വിലയുടെ 10% ഇറസ്പെക്റ്റീവ് ഓഫ് വാല്യൂ നികുതി ഇപ്പോൾ പ്രപ്പോസ്